ഒരാൾ പെട്ടെന്ന് വന്ന് അനിയത്തെ ഇഷ്ടമാണ്, കല്യാണം കഴിപ്പിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഒരു ചേട്ടനെന്ന നിലയ്ക്ക് എന്ത് പ്രതികരണമാണ് ഉണ്ടാവുകയെന്ന് എനിക്ക് ഊഹിക്കാം. എനിക്കൊരു അനിയത്തിയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സാവകാശം നിന്നെ അറിയിക്കണമെന്നായിരുന്നു എന്റെയും പാറുവിന്റെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് മോശമായിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയേണ്ടി വന്നത്. ചേട്ടൻ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാം. ചേച്ചിയുടെ കല്യാണം കഴിയുന്നതിന് മുൻപ് സ്വന്തം കാര്യത്തിൽ എന്തിനാ ഇത്രയും ധൃതി കൂട്ടുന്നല്ലേ? അങ്ങനെ ചിന്തിക്കാനുള്ള എന്തെങ്കിലും യോഗ്യത എനിക്കുണ്ടോ? സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് വാങ്ങിവെച്ച ആഭരണങ്ങളുമായി നാട് കടന്നവനായ എന്റെ ചേച്ചിയുടെ ഭാവിയേക്കാൾ വലുത് എന്റെ പ്രണയമാണെന്ന് കരുതിയോണ്ടല്ലേ ഞാനത് ചെയ്ത്. ഞാൻ വരുത്തി വെച്ച പ്രശ്നങ്ങൾ തീർക്കാനല്ലേ നീ ഇവിടെ വന്ന് കഷ്ടപ്പെടേണ്ടി വന്നത്. അച്ഛനും അമ്മയ്ക്കുള്ള ഒരേ ഒരു മകനായ ഞാൻ ചെയ്യേണ്ടതാ നീ ചെയ്യുന്നത്. നിന്നെയോ നിന്റെ തീരുമാനങ്ങളെയോ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശവും എനിക്കില്ല. എന്നെ കൊണ്ട് കുടുംബത്തിനൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. നീ എന്നോട് ഒന്ന് സമ്മതം ചോദിച്ചപ്പോ തന്നെ എനിക്ക് അത്ഭുതം തോന്നി. അതാ ഞാൻ ഒരു നിമിഷത്തേക്ക് ഒന്നും മിണ്ടാതെ നിന്നുപോയി. എന്തിനാ ചേട്ടൻ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന? ഒരു പ്രത്യേക സാഹചര്യത്തില് ചേട്ടന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അത് തെറ്റായി പോയെന്ന് കരുതി ചേട്ടനൊരു മോശം മനുഷ്യനാണെന്ന് സ്വയം തീരുമാനിക്കരുത്. ഏട്ടനെ കൊണ്ട് കുടുംബത്തിനൊരു ഉപകാരം ഉണ്ടായിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? പ്രിയൻ ചേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അദ്ദേഹത്തെ കൃത്യസമയത്ത് വന്ന് ചേട്ടൻ രക്ഷിച്ചില്ലേ? ഫലത്തിൽ ചേട്ടൻ എന്റെ ജീവൻ തന്നെ രക്ഷിച്ച്. അതിന്റെ കടപ്പാട് ഈ ജീവിതകാലം മുഴുവനും എനിക്ക് ചേട്ടനോടുണ്ടാവും. അതുകൊണ്ട് ചേട്ടന്റെ അഭിപ്രായവും സമ്മതവും എനിക്ക് വളരെ വലുതാ. പ്രിയനെ നാട്ടിൽ വെച്ച് കണ്ടപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. എന്റെ അനിയത്തിയെ നീ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ നിന്റെ അമ്മയുടെ മാലയ്ക്ക് വേണ്ടി പാറു മരിക്കാൻ വരെ തയ്യാറായി വെച്ച് നോക്കുമ്പോ അവൾക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഇടയിൽ കൈലാശനെ പോലെ ഒരാൾ വന്നത് വലിയ കഷ്ടമായിപ്പോയി. പഴയ അവസ്ഥയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അച്ഛനും അമ്മയുടെ അടുത്ത് സംസാരിച്ചേനെ. പക്ഷെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ പാറു വിചാരിച്ചാൽ മാത്രമേ അവരുടെ മനസ്സ് മാറ്റാൻ കഴിയൂ. ഒരു കാര്യത്തിന് ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ പ്രണയം വിജയിക്കാൻ എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്യും. എന്നെ കൊണ്ട് കാര്യമൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കും അറിയാം. എന്റെ കുടുംബത്തിനോട് ഞാൻ കാണിച്ച ദ്രോഹത്തിന് ഞാൻ എങ്ങനെ ഗുണം പിടിക്കാനാ? ചേച്ചി എന്നെ ശപിച്ചു കാണും. എന്തൊക്കെയാ ചേട്ടാ ഈ പറയുന്നേ? ചേച്ചി ചേട്ടനെ ശപിക്കുന്ന ചിന്തിക്കാൻ പോലും ചേട്ടൻ എങ്ങനെയാ പറ്റിയത്? ചേച്ചിയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ ചേട്ടന് കാണിച്ചു തരാം. ദേ, നീ കല്യാണം കഴിയുന്നത് വരെ ആവശ്യമില്ലാത്തവരോട് സംസാരിക്കുന്നതും പുറത്ത് കറങ്ങി നടക്കുന്നതും ഒക്കെ ഒന്ന് കുറച്ചേക്ക്. ഞാൻ എപ്പോഴും അമ്മ കറങ്ങി നടക്കാറുള്ള? നീ ഇതുവരെ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, ഇനി സൂക്ഷിക്കാനാ പറഞ്ഞത്. ആ രുദ്രനടക്കം നമ്മളെ ഉപദ്രവിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. എപ്പോ എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. ശരി അമ്മേ. ആ പറമോളെ, ചേച്ചി എവിടെയാ? ഞാൻ എവിടെ പോവാനാ? കല്യാണം കഴിയുന്നവരെ വീട്ടു തടങ്കല്ല. ആരോടടി എന്റെ കുറ്റം പറയുന്നത്? പാറുവിനോട്. ആ, എനിക്ക് തോന്നി രണ്ടുപേരും കൂടിയ പിന്നെ എന്റെ കുറ്റം പറയലാണല്ലോ പരിപാടി. ചേച്ചി, അമ്മയുടെ അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്ക്. എന്തിനാ? അതൊക്കെ ഞാൻ പറയാം. ശരി. പമ്മി പമ്മി പോകുന്ന കണ്ടില്ലേ? രണ്ടും കൂടി എന്റെ കുറ്റം പറയാനായിരിക്കും. വേണ്ട, നിക്ക്. ഇനി പറ, എന്താ കാര്യം?
എന്റെ കൂടെ ഒരാളുണ്ട്. അയാൾക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണമെന്ന്. അതാരാ? അയാളെന്തിനാ എന്നോട് സംസാരിക്കുന്നത്? ആരാണെന്നും എന്തിനാണെന്നും ശബ്ദം കേൾക്കുമ്പോ തന്നെ ചേച്ചിക്ക് മനസ്സിലാവും. ഞാനേ ഫോൺ കൊടുക്കാം. ദാ സംസാരിക്കേ. ഏയ്, പരിചയമില്ലാത്തവരോട് ഞാൻ എന്ത് സംസാരിക്കാനാ? സംസാരിക്കേ. ഹലോ, കാർത്തി, ചേച്ചി. കാർത്തി, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? എന്താ ഞങ്ങളെയൊന്നും കാണാൻ വരാത്തെ? കരയില്ലേടാ. എന്തിനാടാ കുട്ടികളെ പോലെ കരയുന്നേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖല്ലേ? നിങ്ങളെല്ലാം ചതച്ചോടിക്കളഞ്ഞ എന്നെ ദൈവം വെറുതെ വിടും. ചേച്ചിയുടെ കല്യാണം മുടക്കി ഓടിയ ദിവസത്തെ ഓർത്ത് ഉരുകിയില്ലാതെ ആവാനാ എന്റെ വിധി. എന്തൊക്കെയാടാ നീ പറയുന്നേ? ഞാൻ ചേച്ചി ഇത്രയും ദ്രോഹിച്ചിട്ടും എന്റെ ശബ്ദം കേട്ട ചേച്ചി എന്നെ തിരിച്ചറിഞ്ഞില്ലേ? പക്ഷെ ഞാൻ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ പോയി ചേച്ചി. ചേച്ചിക്ക് കോള് കട്ട് ചെയ്തിട്ട് പോവായിരുന്നല്ലോ. എന്നെ 4 ചീത്തെങ്കിലും വിളിക്കായിരുന്നല്ലോ ചേച്ചി. പക്ഷെ ചേച്ചി കരയില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഡാ, അന്ന് നടന്നതെല്ലാം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ മറന്നു. പക്ഷെ നീ എവിടെയാ, എങ്ങനെയാന്നൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്. നീ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. നിന്നെ പാറു എങ്ങനെയാടാ കണ്ടുപിടിച്ച്? അതൊക്കെ വലിയ കഥയാ ചേച്ചി, ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. ശരിയടാ. പിന്നെ സൗദി നീ നന്നായിട്ട് നോക്കുന്നില്ലേ? ആ, നിന്നെ മാത്രം വിശ്വസിച്ച് വീടിനെയും വീട്ടുകാരും വിട്ടുവന്ന കുട്ടി അവളെ ഒരിക്കലും കൈവിടരുത്. ഇല്ല ചേച്ചി. നിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ ഒരുപാട് സന്തോഷായടാ. നീ എന്റെ കല്യാണത്തിന് വരാതിരിക്കുമെന്ന് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറി. അച്ഛന്റെ അമ്മയുടെയും കണ്ണു വെട്ടിച്ചാണെങ്കിലും നീ എന്റെ കല്യാണം കൂടാൻ വരണം. ചേച്ചി, ചേട്ടനെന്തിനാ കള്ളന്മാരെ പോലെ ഒളിച്ചും പാത്തും കല്യാണം കൂടാൻ വരുന്നേ? ചേച്ചി ആഗ്രഹിച്ച പോലെ തന്നെ ചേട്ടൻ കല്യാണത്തിന് വരിക മാത്രല്ല, മുന്നിൽ നിന്ന് നടത്തുകയും ചെയ്യും. ഞാൻ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് സമ്മതിപ്പിച്ചോളാം. നമ്മുടെ കൂടെ കല്യാണ പന്തലില് ചേട്ടനും ഏട്ടത്തേമ്മയും ഉണ്ടാവും. ഇതെന്റെ വാക്കാ. കാർത്തിയെ നീ കണ്ടുപിടിച്ചില്ലേ? ഇനി നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. ഇപ്പൊ നമ്മുടെ പ്രശ്നത്തിനെ പറ്റി സംസാരിക്കേണ്ട സമയമല്ല. ഇപ്പൊ പാറുവിന് വലിയൊരു പ്രശ്നമുണ്ട്. ആ, അതെനിക്കറിയാം. ഗന്ധർവനല്ലേ?